ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഈ പറയുന്ന ഒരു വരി അത് മന്ത്രമാണ്. അതിന് 5 അക്ഷരമുണ്ട്. ആ ഒരു വരി മന്ത്രം ഈ പറയുന്ന രീതിയിൽ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഉരുവിട്ടാൽ സകല കഷ്ടപ്പാടുകളും സകല ദുരിതങ്ങളും സകല ദോഷങ്ങളും സകല ശത്രു മാരണ ആഭിചാര എന്ന് വേണ്ട നമ്മളെ ബാധിക്കുന്ന ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും ദോഷങ്ങളും സർവ്വ ദുരിതങ്ങളും ദുർദേവതകളും എല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അങ്ങനെയുള്ള ഏറ്റവും അത്ഭുത ശക്തിയുള്ള ഒരു വരി മന്ത്രമാണ് പറയുന്നത്. അത് ആ പറയുന്ന രീതിയിൽ ജപിക്കണം. മാത്രമല്ല ശത്രുദോഷം നിലം തൊടില്ല. നമുക്കെതിരെ വരുന്ന ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങളാണേലും അത് ആ വന്ന വഴി തന്നെ തിരിച്ചു പോകും, നിലം തൊടത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ അത് 7 അയൽപക്കത്ത് പോലും വരത്തില്ല. അങ്ങനെയുള്ള ഒരു ശിവമന്ത്രവും അതിൻ്റെ ആ രഹസ്യമായ പ്രയോഗ രീതിയുമാണ് പറയുന്നത്. വളരെ ലളിതമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു രഹസ്യവിദ്യയും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിന് ശേഷം മറ്റൊരു രഹസ്യവിദ്യയാണ്, അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. എന്നെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, വാട്സപ്പ് വഴി മാത്രമാണ് ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാ ജ്യോതിഷം ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പഴയ വർക്കുകളൊക്കെ ഒരുപാട് ചെയ്ത് തീരാൻ കിടപ്പുണ്ട്. അത് സമയമെടുത്തായിരിക്കും ചെയ്യുന്നത്. അത് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഇങ്ങനെയാണ് സാഹചര്യം. പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഞാനൊരു ശിവവിദ്യയെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു. കാരണം അത് അത്ര ലളിതമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഞാൻ വളരെ ലളിതമായ ശിവവിദ്യയാണ് പറഞ്ഞിരുന്നത്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്. നിങ്ങൾക്കത് ശരിയായിട്ട് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുമ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ലളിതമായി ഇതുവരെ പറയാത്തൊരു ശിവവിദ്യയാണ് ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. നാം എല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കും. ഈ വിളക്ക് കത്തിക്കുമ്പം നിങ്ങൾക്ക് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കൈയും കാലും മുഖവും നിങ്ങൾ കഴുകിയിട്ട് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വിളക്കിൻ്റെ നാളത്തെ നോക്കി, വിളക്കിൻ്റെ ദീപത്തെ നോക്കി, ഏത് ദീപത്തെ നോക്കണം? കിഴക്കോട്ട് നിൽക്കുന്ന ദീപത്തെ നോക്കി, ആ ഒറ്റ ദീപത്തെ നോക്കിയാൽ മതി. നോക്കി ഈ ഒരു മന്ത്രം ജപിക്കണം. ഈ പറയുന്ന രീതി ജപിക്കണം കേട്ടോ, അത് ആ പ്രയോജനം കിട്ടത്തുള്ളൂ. ആ കിഴക്കോട്ടുള്ള ദീപനാളത്തെ നോക്കി കൈയും കാലും മുഖം കഴുകിയിട്ട് വേണം വിളക്കിന് മുന്നിൽ നിൽക്കാൻ. ഈ പറയുന്ന മന്ത്രം ജപിക്കുക. ദീപനാളത്തെ നോക്കി നാ എന്നൊരുടുക, നമശിവായുടെ നാ. പിന്നെ ദീപനാളത്തെ നോക്കി ഒരു സ്വല്പം ഒരു ഗ്യാപ്പ് ഇട്ട്, കണ്ടിന്യൂസ് ആയിട്ടല്ല, ഒരല്പം സമയം ഇടവിട്ട് നാ മാ ശി വാ യ ഇങ്ങനെ ഓരോ അക്ഷരമായിട്ട് ഈ കിഴക്ക് ദിക്കിലെ ദീപനാളത്തെ നോക്കി ആ അഗ്നിയെ നോക്കി ഉരുവിടുക. നാ മാ ശി വാ യ. ഓം വേണ്ട കേട്ടോ. ഇത് നമശിവായ ഒന്നിച്ച് ജപിക്കേണ്ട. നാ മാ ശി വാ യ ഇത്രയും മതി, ഓം ചേർക്കണ്ട. അതാണ് അതിൻ്റെ രഹസ്യം. ഇത് ഈ ഓരോ അക്ഷരവും പറയുമ്പോഴും ആ ദീപനാളത്തെ മാത്രമായിരിക്കണം നമ്മുടെ ദൃഷ്ടി നമ്മൾ നോക്കുന്നത്. അങ്ങനെ നിങ്ങളിതൊരു 1 മിനിറ്റോ 1/2 മിനിറ്റോ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു 10 സെക്കൻഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഉരുവിടാം. അധിക നേരം ചെയ്യേണ്ട. 1 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റിനുള്ളിൽ ചെയ്താൽ മതി. കൂടുതൽ നേരം ചെയ്യേണ്ട. അത് അതിൻ്റെ മറ്റൊരു രഹസ്യം. അതായത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അതിന് പകുതി 30 സെക്കൻഡ് ആണെങ്കിലും മതി. അല്ലെങ്കിൽ 1 മിനിറ്റ് ആണെങ്കിലും മതി, അതിന് മേലോട്ട് ജപിക്കേണ്ട കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രഹസ്യം.
അപ്പോൾ ഒരു 60 ഒന്നിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അത്രയും മതി. അല്ലെങ്കിൽ നിങ്ങൾ 3 തവണ ഇതിലേതെങ്കിലും ഒരു കണക്ക് ചെയ്താൽ മതി, കൂടുതൽ വേണ്ട, അത്രയും മതി അത്. അപ്പം അങ്ങനെ ചെയ്യുക. ഇത് വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കുക. ഇത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വിദ്യയാണ്. ന മ ശി വ യ ഇങ്ങനെ ഓരോ അക്ഷരമായിട്ട് ജപിക്കണം വിളക്കിൻ്റെ നാളത്തെ നോക്കി. ഇത് ഏറ്റവും ശക്തിയുള്ള ഒരു ശിവവിദ്യയാണ്. ഇത് എന്താണ് ഇതിൻ്റെ ഫലം? അഗ്നിയെ നോക്കി ശിവമന്ത്രം ജപിച്ചാൽ പെട്ടെന്നാണ് ഫലം ഉണ്ടാകുന്നത്. ശത്രുദോഷങ്ങൾ 7 അയൽപക്കത്ത് വരത്തില്ല. സർപ്പദോഷമാണേലും ആഭിചാരദോഷമാണേലും അല്ലെങ്കിൽ കർമ്മദോഷമാണേലും മുൻജന്മദോഷമാണേലും നിങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങളാണേലും എല്ലാം മാറും. ഭഗവാന്റെ ഈ അനുഗ്രഹം വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ ഓരോ അക്ഷരം നാമ ശിവായ ഇങ്ങനെ ഓരോ അക്ഷരമായിട്ട് ഉരുവിടണം. നമശിവായ എന്ന് ഒന്നിച്ചല്ല ഉരുവിടേണ്ടത്. അങ്ങനെ ഒരു ചെറിയ സമയം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ന മ ശി വ യ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ഉരുവിടണം. അത് അഗ്നിയെ നോക്കി ശിവമന്ത്രം ഉരുവിട്ടാൽ പെട്ടെന്നാണ് ബലമുണ്ടാകുന്നത്. അഗ്നിയെ നോക്കി ശിവമന്ത്രം ജപിച്ചാൽ, കാരണം അതൊരു രഹസ്യവിദ്യയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. അഗ്നി നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിനുള്ളിൽ താപം അങ്ങനെയുള്ള ഒരു രീതിയിലുണ്ട്. അഗ്നി എല്ലാത്തിലുമുണ്ട്. അപ്പോൾ അഗ്നി എന്നുള്ളത് ആ അഗ്നിയെ നോക്കി പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ്. അഗ്നി ബ്രഹ്മം തന്നെയാണ്. ഒരു ദീപത്തിൽ നിന്ന് എത്ര ദീപം വേണമെങ്കിലും നമുക്ക് പകർന്നെടുക്കാൻ പറ്റും, ദീപം വേണമെങ്കിലും കൊളുത്താൻ പറ്റും. പിന്നെ ആ ദീപം അതുപോലെ അവശേഷിക്കും. അങ്ങനെയുള്ള ഏക ഒരു കാര്യമാണ് അഗ്നി. അതുകൊണ്ട് തന്നെയാണ് അഗ്നി ബ്രഹ്മമെന്ന് പറയുന്നത്. ഒരു നല്ല കാര്യത്തിനെല്ലാം നമ്മൾ അഗ്നി ദീപം കൊളുത്താറുണ്ട്. അതിനെ സാക്ഷിയാക്കിയാണ് ഇപ്പം ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹ ചടങ്ങ്, അല്ലെങ്കിൽ ഒരു മംഗളകാര്യത്തിനൊക്കെ ദീപം കൊളുത്തുന്നതിൻ്റെ കാര്യം അതാണ്. മാത്രമല്ല അഗ്നി ദീപം തെളിയുന്നിടത്ത് നെഗറ്റീവ് എനർജികൾ, ദുർദേവതകൾ വസിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ അഗ്നിക്ക്. അപ്പോൾ ആ അഗ്നിയെ നോക്കി നമ്മൾ ഇതുപോലെ ശിവമന്ത്രം ജപിച്ചാൽ പെട്ടെന്നാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ ചെയ്യണം, ഉറപ്പായിട്ടും രാവിലെ ചെയ്യണം. സന്ധ്യയ്ക്കും ചെയ്യാം, പക്ഷേ രാവിലെ നിർബന്ധമായിട്ട് ചെയ്യണം. ഈ രാവിലെ ചിലരത്ത് രാവിലെ വിളക്ക് കത്തിക്കാത്തവരായിരിക്കും. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ ചട്ടിക്കകത്ത് വിളക്ക് തെളിയിച്ചാണേലും നിങ്ങൾ ആ വിളക്കെ നോക്കി നിങ്ങളിത് ജപിക്കുക കേട്ടോ. നിങ്ങളുടെ റൂമിൽ ഒരു ചട്ടിക്കകത്ത് വിളക്ക് തെളിയിച്ചാണേലും ജപിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് കിഴക്കോട്ട് തിരിഞ്ഞെന്നോ പടിഞ്ഞാട്ട് തിരിഞ്ഞെന്നോ ഒക്കെ ചെയ്യാം, അതിനകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. ആ ദിക്കിനകത്തൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് ആഹാരം കാര്യങ്ങളാണേലും ഇപ്പം നിങ്ങൾ വെജിറ്റേറിയൻ ആണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല നിങ്ങളല്ലാത്ത നോൺ വെജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് അങ്ങനെ നിഷ്ഠയൊന്നുമില്ല. പക്ഷെ മനഃശുദ്ധി വേണം കേട്ടോ. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ദുഷിക്കുക, മനസ്സുകൊണ്ട് ചിന്തിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ളവരെ മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും ചെയ്യാതിരിക്കുക. മനഃശുദ്ധി വേണം. അങ്ങനെ മനഃശുദ്ധി കൊണ്ട് പെട്ടെന്ന് ഈ വിദ്യ വർക്കൗട്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലൊരു ശിവന് ഏറ്റവും വേണ്ടതും ശിവന് ഏറ്റവും ശിവപ്രീതി ഉണ്ടാകാൻ മനഃശുദ്ധിയാണ് വേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? ശിവന് ശുദ്ധി മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല, ഏറ്റവും പ്രധാനം മനഃശുദ്ധിയാണ്. അതുകൊണ്ടാണ് ശിവനെ മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് കരഞ്ഞു വിളിക്കണമെന്ന് പറയുന്നത്. കാരണം മനഃശുദ്ധിയാണ് ഭഗവാൻ ഏറ്റവും അധികം സംപ്രീതനാകുന്ന. മനഃശുദ്ധിയുള്ളവരല്ല. മനഃശുദ്ധി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ ദോഷം ചിന്തിക്കാതിരിക്കുക, ദോഷം പറയാതിരിക്കുക, ദോഷം ചെയ്യാതിരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് മനഃശുദ്ധി എന്ന്. അപ്പം നമ്മളുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ മനഃശുദ്ധി മാത്രം മതി ഇതിന്. അല്ലാതെ ആഹാരനിഷ്ഠയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. വ്യക്തമായിട്ട് കേൾക്കണം. ഒരു വിദ്യ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു ജോലിക്ക് ഇറങ്ങിപ്പോകുമ്പോഴായിക്കോട്ടെ, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴായിക്കോട്ടെ, എപ്പോഴും നിങ്ങൾ ഞാനീ പറയുന്ന ഒരു വിദ്യ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്ന് വാഗൊണ്ട് ഉച്ചരിച്ച് 3 തവണ പറയണം. വളരെ ഗുണമുണ്ടോ? ഇത് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആകാശത്തേക്ക് നോക്കി പറയുവാണെങ്കിൽ നല്ലതാണ്. തലയൊന്ന് ഉയർത്തി. അതിൻ്റെ അകത്ത് ചില രഹസ്യമുണ്ട്. ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം. ഇവിടെ ഗുരു എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇവിടെ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലുള്ള ആ ഈശ്വരതുല്യമായ അവസ്ഥയിലെത്തിയ മഹാപുണ്യാത്മാക്കളായ യോഗീശ്വരന്മാരെ, അല്ലെ മഹർഷീശ്വരന്മാരെ, അല്ലെ പുണ്യാത്മാക്കളായ
ഗുരുക്കന്മാരെ സൂക്ഷ്മാവസ്ഥയിലുള്ള, അതായത് ജീവിച്ചിരിക്കുന്നവരല്ല, സൂക്ഷ്മാവസ്ഥയിലുള്ള അങ്ങനെയുള്ള ഒരു ഗുരുസങ്കല്പമാണ് ഇവിടെ കേട്ടോ. അല്ലാതെ വേറെ ജീവിച്ചിരിക്കുന്നവരെ അല്ല, ആ ഒരു സൂക്ഷ്മ രൂപത്തിലുള്ള ഗുരുക്കന്മാരെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഒന്ന് ആകാശത്തോട്ട് നോക്കിയിട്ട് ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്ന് നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് നിങ്ങളുടെ ഇടത് കൈ കൊണ്ട് നിങ്ങളുടെ ഇടതു ഭാഗത്തെ ഹൃദയത്തിൽ തൊട്ട് ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്ന് പറയുക. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾക്ക് ഒരാപത്തുകളും ഉണ്ടാകാതെ കാത്തുരക്ഷിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ഇത് രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ചെയ്യാം. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുമ്പോൾ ചെയ്യുക. ജോലി സ്ഥലത്തും തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴും ചെയ്യുക. വലിയ ഗുണമുണ്ടാകും. കാരണം നമ്മൾ ഇപ്പം പത്രത്തിലൊക്കെ ഒരുപാട് വാഹനാപകടങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വായിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ പെടുമരണങ്ങളെ, അകാല മൃത്യുകളെ, അത്യാപത്തുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി മരിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന ഒരു കുടുംബമുണ്ട്. ഇപ്പം ഭാര്യ കാണും, ആ ഭാര്യയ്ക്ക് ചിലപ്പം ജോലിയൊന്നും കാണത്തില്ല, മക്കൾ കാണും, മക്കളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുടുംബങ്ങളുടെ ഒരു ദുരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒരു കുടുംബനാഥൻ മരണപ്പെടുമ്പോൾ അല്ലെ കുടുംബനാഥ മരണപ്പെടുമ്പോൾ അവരെക്കൊണ്ട് കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ സ്ഥിതിയും കൂടാണ് തകരുന്നത്. കുറേ 3-4 വയറുകളിലൂടെയാണ് പട്ടിണിയാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരുന്നത്. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, ഗുരു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഗുരു അല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സൂക്ഷ്മാവസ്ഥയിലുള്ള, അതായത് സൂക്ഷ്മ ശരീരത്തിലുള്ള ഊർജ്ജമായിട്ട് നിലനിൽക്കുന്ന പ്രപഞ്ചത്തിലെ ദിവ്യ ഗുരുക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരുടെയും പേരും ആരെയും ചിന്തിക്കേണ്ട. നിങ്ങൾ ആ ആകാശത്തേക്ക് നോക്കി ആ ഗുരുചരണം ശരണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു ഗുരുവിൻ്റെ ചിത്രവും നിങ്ങളുടെ മനസ്സിൽ വരണ്ട. ആ പ്രപഞ്ചത്തെ നോക്കി പറഞ്ഞാൽ മതി. ആ പ്രപഞ്ചത്തിലുള്ള ആ സൂക്ഷ്മ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അത്യാപത്തുകളെ തടയാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ ഒരു കഴിവിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ചില ഈശ്വരീയ അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അത്യാപത്തുകളെ തടയാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ചെയ്യുക, നിങ്ങൾക്കിത് ഗുണമുണ്ടാകും. ഇനി ദിവസവും രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇതുപോലെ ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്ന് നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ചൊല്ലാം. ഇനിയിപ്പം മുറിക്കകത്തുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആകാശത്തേക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ ശിരസ് ഒന്ന് അല്പം ഉയർത്തി ജപിച്ചാലും മതി. ഇനി വെളിയിൽ ഇപ്പോൾ സിറ്റൗട്ടിലൊക്കെ ആണെങ്കിൽ ആകാശത്തേക്ക് നോക്കി ചെയ്യുക. അങ്ങനെ സൗകര്യം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏതായാലും അല്പം ശിരസ് മുകളിലോട്ട് ഉയർത്തണം. അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. ശിരസ് മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഞാൻ അതിനെക്കുറിച്ച് ചില രഹസ്യങ്ങൾ പഴയകാല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശിരസ് അല്പം മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാകും. അപ്പോൾ ആജ്ഞ കുറച്ച് ആക്റ്റീവ് ആകും. ആജ്ഞ ആക്റ്റീവ് ആകുമ്പോൾ ആണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരബോധം കൂടുതൽ വർക്കൗട്ടാകും. അങ്ങനെ ചില പ്രാണായാമങ്ങളിൽ ശ്വാസം ഇങ്ങനെ അല്പം എടുത്തിട്ട് ഇങ്ങനെ തല ഉയർത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അവിടെ അതൊക്കെ ചില രഹസ്യവിദ്യകളാണ്. അത് നിങ്ങൾക്കറിയേണ്ട കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളത് അറിയാൻ വേണ്ട. ഞാനൊരറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അപ്പോൾ ഞാൻ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ താഴെക്കൂടത്തെ ജസ്റ്റ് തലയൊന്ന് ഉയർത്തി നോക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരും. കാരണം അതിൻ്റെ രഹസ്യം അതാണ്. നമ്മൾ അല്പം തലയൊന്ന് ഉയർത്തി കഴിയുമ്പോൾ നമ്മുടെ ആജ്ഞാചക്രം ശരിക്കും ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടി ജംഗ്ഷൻ ആണെങ്കിലും ഇവിടെ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബലം ഉണ്ടാകും. ഈ കണ്ണ് മുകളിലോട്ട് ഉയരുമ്പോൾ നമ്മുടെ ചിന്തകൾ ഇല്ലാതാകും. നമ്മുടെ മൈൻഡ് ഫോക്കസ് ആകും. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണും മുകളിലേക്ക് ഉയരും. അപ്പോൾ നമുക്ക് ആ കണ്ണ് ചലിക്കുമ്പോഴാണ് നമ്മൾ ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കുമ്പോഴേ കണ്ണ് ചലിച്ചുകൊണ്ടിരിക്കും. കണ്ണ് സ്റ്റെബിലിറ്റി ഇങ്ങനെ മേലോട്ടായി കഴിയുമ്പോൾ ചിന്തകൾ പതുക്കെ നിലയ്ക്കും. അങ്ങനെയുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പിന്നെ ആജ്ഞ വർക്കാവും, ആജ്ഞ ആക്റ്റീവ് ആകും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് മുകളിലേക്ക് അല്പം തല ഉയർത്തി ജപിക്കണം. ഈ വിദ്യ അങ്ങനെ പ്രയോഗിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇനി വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നിങ്ങളുടെ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയ രാമ 3 തവണ ജപിക്കുക. ഓം നമോ നാരായണായ 3 തവണ ജപിക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചെയ്യുക. ശ്രീരാമ മന്ത്രം ജപിക്കുമ്പോൾ ഹനുമാനാണ് ആ വണ്ടിയുടെ സംരക്ഷണം. ഇത് ഞാൻ പറഞ്ഞ് ചെയ്തവരൊക്കെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
ചെറിയ ഒരു തട്ടുമുട്ടും ഉണ്ടായി 200 രൂപയുടെ പാച്ച് വർക്ക് മാത്രമായിട്ട് രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ട്. ട്രെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ പലപ്പോഴും എൻ്റെ വാട്സപ്പിൽ അവർ ഇട്ടുവെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഗുണമായിട്ടുണ്ട്. കാരണം എപ്പോഴും ഞാനിത് പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹന അപകടം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് ഓടിച്ചാൽ പോലും എതിരെ വരുന്നവന് ശ്രദ്ധയില്ലെങ്കിൽ അത് മതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെയും അത് പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിരിക്കുന്ന കാര്യമല്ല. എതിരെ വരുന്നവന് ശ്രദ്ധയില്ലെങ്കിലും അപകടം ഉണ്ടാകാം. അതുകൊണ്ട് പകുതി നമ്മളുടെ ശ്രദ്ധിക്കുന്നില്ല, ബാക്കി ഒരു ഈശ്വരാനുഗ്രഹം കൂടിയാണ്. ഇപ്പോൾ ഒരു അപകടമുണ്ടായി ഒരു ഗ്രഹനാഥൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം പട്ടിണിയാകുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളില്ലാതാകുന്നത്. ഒരു അവിടുത്തെ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ എഞ്ചിനീയറൊക്കെ ആയി പഠിച്ച് വരേണ്ടവരായിരിക്കും. പക്ഷേ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ചെറിയ പഠനങ്ങൾ ചെറിയ തൊഴിൽ മേഖലയായിട്ട് അവർ ഒതുങ്ങിക്കൂടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവ് നമ്മളെ കൊണ്ടാകുന്ന രീതി ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒക്കെ ഒരു പരിധി വരെ പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരാൾക്ക് പോലും ഒരു അത്യാപത്തുകൾ ഒഴിവായി പോകണം, ഒരു കുടുംബം പോലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ശിവപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അറിവുകളും മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. അതൊക്കെ നിങ്ങളുടെ ഭാഗം. നിങ്ങൾ സ്വീകരിക്കണമെന്നോ സ്വീകരിക്കരുതെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇവർക്കൊക്കെ എൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. നല്ല കാര്യങ്ങൾ ശരിയെന്ന് തോന്നിയാൽ ഫോളോ ചെയ്യുക. എൻ്റെ നല്ല ആരുടെയാണെങ്കിലും അല്ല തള്ളിക്കളയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.